കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറപ്പിക്കുക എന്ന പരിപാടി കേട്ടിട്ടുണ്ടല്ലോ. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കണം. അതാണ് ഇന്ന് ഇന്ത്യയുടെ പ്രഥമൻ ചെയ്തത്. തിരുപ്പരംകുன்றത്ത് സഹസ്രാബ്ദങ്ങളായി ഹൈന്ദവർക്കുള്ള മുരുകക്ഷേത്രത്തിൽ കാർത്തിക വിളക്ക് തെളിയിക്കാനായി അനുവാദം ഹൈക്കോടതി കൊടുത്തിട്ടും അത് ചെയ്യാതിരുന്ന സ്റ്റാലിൻ ഗവൺമെൻറ്റും ജില്ലാ കളക്ടറും പോലീസും ഇന്ന് അവിടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എല്ലാ സുരക്ഷയോടെയും ദർശനം നടത്താൻ അവസരം ഒരുക്കി കൊടുക്കേണ്ടി വന്നു. അന്ന് ഹൈക്കോടതി ഓർഡറിനെ ധിക്കരിച്ചു. അത് കഴിഞ്ഞ് ഡിവിഷൻ ബെഞ്ച് ഓർഡറുണ്ടായി, പിന്നീട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടുണ്ടായി. തുടർന്ന് ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ഇംപീച്ച്മെൻറ്റ് മോഷൻ കൊണ്ടുവന്നു. സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി, SLP പോയി. സുപ്രീം കോടതിയും ഹൈക്കോടതിയുടെ ഉത്തരവുകളെ ശരിവെച്ചു. എന്നിട്ടും തിരുപ്പരംകുன்றம் എന്ന സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള മുരുകൻ ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കാനായി, അവിടെ ആരാധന നടത്തുന്നത് സമ്മതിക്കാനായി വിഷമിക്കുന്ന ഒരു സർക്കാരാണ് തമിഴ്നാട്ടിലുണ്ടായിരുന്നത്. എന്നാൽ അതിൻ്റെ എല്ലാ ക്ഷീണവും തീർന്നു. ബഹുമാനപ്പെട്ട പ്രഥമൻ അവിടെ തന്നെ ഇന്ന് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ച് അത് എല്ലാവരെയും കാണിച്ച് ദർശനം നടത്തി. അങ്ങനെ തമിഴ്നാട്ടിലെയും ഇന്ത്യയിലെയും ബാക്കി ലോകത്തുള്ള എല്ലാ ഹൈന്ദവ വിശ്വാസികൾക്കും വിശ്വാസം നൽകി. അങ്ങനെയല്ല, നമ്മൾക്കറിയാം ഏത് പാമ്പാണോ കടിച്ചത് ആ പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കാൻ. അതുപോലെ തന്നെ ഇന്ന് കളക്ടറും പോലീസും സംസ്ഥാന ഗവൺമെൻറ്റും എല്ലാം അണിനിരന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സല്യൂട്ട് കൊടുത്ത് തിരുപ്പരംകുன்றത്തിൽ കൊണ്ടുപോയി അവിടെ ദർശനം നടത്തിച്ചു. ഇതാണ് നീതി. ഇത് നടപ്പാക്കുക എന്നതാണ് ധർമ്മം. ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ജയ് വിളിക്കണം. അതോടൊപ്പം ധർമ്മ വിജയത്തിന് ജയ് വിളിക്കണം. ജയ്.